തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സുനിതമാരുടെ പോരാട്ടം. ഒറ്റനാട് ചാന്തോലിയിലാണ് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥിമാർക്ക് ഒരേ പേര്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷമാണ് ഒരേ പേരുകാരാണെന്ന് അറിയുന്നത്. നമുക്ക് ആ കൗതുകം ഒന്ന് കണ്ടിട്ട് വരാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പത്തനംതിട്ട കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 12 വന്നാൽ വലിയൊരു കൗതുകമുണ്ട്. എവിടെ നോക്കിയാലും സുനിത എന്നൊരു ബോർഡാണ് കാണുന്നത്. പക്ഷേ 3 സുനിതമാരും മത്സരിക്കുന്നത് 3 പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. പേരെന്താ? എന്റെ പേര് സുനിത NK. സുനിത NK. എന്റെ പേര് സുനിത AK. ഏത് പാർട്ടിക്ക് വേണ്ടിയാ മത്സരിക്കുന്നത്? BJPക്ക് വേണ്ടിയിട്ട്. എന്റെ പേര് സുനിത PA, LDF സ്ഥാനാർത്ഥിയാണ്. 3 പേരും മത്സരിക്കുന്നത് പല പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒത്തൊരുമയോടുകൂടിയാണ് മുൻപോട്ട് പോകുന്നത്. മുൻ പരിചയക്കാരാണ് 3 പേര്. വാർഡിൽ എവിടെ തിരിഞ്ഞാലും സുനിത NK, സുനിത PK, സുനിത AK. പാർട്ടി ചിഹ്നത്തിലല്ലായിരുന്നെങ്കിൽ അപരന്മാരെന്ന് പറയാമായിരുന്നു. ഇത് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളാണ്. നേരത്തെ പരിചയക്കാരാണ്. BJP സ്ഥാനാർത്ഥിയുടെ കുഞ്ഞും എന്റെ മകനും ഒരേ സ്കൂളിൽ പഠിക്കുന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആളാണ്. സൗഹൃദത്തിന് കുറവൊന്നുമില്ല. സുനിത എന്ന പേരിനുമപ്പുറം 3 പേർക്കും 2 അക്ഷര ഇനിഷ്യൽ മാത്രമെന്ന പ്രത്യേകതയുമുണ്ട്. കൗതുകത്തിനപ്പുറം വോട്ട് രേഖപ്പെടുത്താനെത്തുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ എന്ന ഭയം മൂവർക്കുമില്ല. നമ്മൾ എല്ലാവരോടും ഒരു ചിഹ്നത്തിന്റെ കാര്യമാണ് പറയുന്നത്. പേര് വരുമ്പോ എല്ലാവർക്കും എന്തായാലും ഒരു ടെൻഷൻ വരും. ഞങ്ങൾ 3 പേര് ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞ തന്നെ. വനിതാ സംവരണ വാർഡിൽ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ശേഷമാണ് ഒരേ പേരുകാരാണെന്ന് അറിയുന്നത് തന്നെ. യാദൃശികമായിട്ട് തന്നെ വന്നു ചേർന്നതാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം. അതുപോലെ തന്നെ ഈ പേരും അവർക്ക് എല്ലാ നാട്ടുകാരും സന്തോഷത്തിലുമാണ്, കൗതുകത്തില് മത്സരിക്കുകയാണ്. പേരിലെ സാമ്യമൊന്നും ആശയക്കുഴപ്പമുണ്ടാക്കില്ല എന്നാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പറയാനുള്ളത്. ഇല്ല, തെറ്റത്തില്ല. ചിഹ്നമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പിന്നെ ഒരു ഉറപ്പുണ്ട്, 3 സുനിത നിൽക്കുന്നിടത്ത് സുനിത ജയിക്കും. കൊറ്റനാട് ചന്തോലി വാർഡ് 12 സുനിതമാരിൽ ആര് ജയിച്ചാലും ഇതുപോലെ ഈ സൗഹൃദം വീണ്ടും തുടരും. വീഡിയോ ജേർണലിസ്റ്റ് അജയ് കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.